ഞാൻ ബാലകൃഷ്ണൻ വൈദ്യരി ചെമ്പേരി സ്വദേശിയാണ്. പുതിയ ചികിത്സാലയം തുടങ്ങിയതാണ് ഇത്. നേരത്തെ പൊക്കലിന് അപ്പുറത്തായിരുന്നത് പുതിയ ചികിത്സാലയമാണ്. ഇന്ന് എൻ്റെ ഉദ്ഘാടനമാണ്. ഷോർട്ട് ഓൺ ടൈംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ പൊക്കുണ്ട് പ്രവർത്തിക്കുന്ന ശ്രീ ബാലകൃഷ്ണൻ വൈദ്യരുടെ പാരമ്പര്യ ഗോത്രവർഗ വംശീയ ചികിത്സാ സ്ഥാപനത്തെക്കുറിച്ച് നിലവിൽ 2 വീഡിയോകൾ ഷോർട്ട് ഓൺ ടൈംസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിരവധി രോഗികൾക്കത് പ്രയോജനപ്പെട്ടു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. മറ്റു പല ചികിത്സാ കേന്ദ്രങ്ങളിലും പോയിട്ട് അസുഖം ഭേദമായില്ലെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുകയും ചെയ്ത് നിരാശരായവർ, അതുപോലെ അസുഖം ഒരു മാറാ രോഗമാണ്, ഇനി ഇത് ചികിത്സയില്ല, പ്രതിവിധിയില്ല എന്ന് വിധി കൽപ്പിച്ച് നിരാശരായി ജീവിച്ച പലർക്കും ഈ ബാലകൃഷ്ണൻ വൈദ്യരുടെ പാരമ്പര്യ ഗോത്രവർഗ വംശീയ ചികിത്സാ കേന്ദ്രത്തിലൂടെ രോഗശമനം കിട്ടിയതിനാൽ വീണ്ടും വീണ്ടും കൂടുതൽ രോഗികൾക്ക് പ്രയോജനപ്രദമാകട്ടെ എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹം അതേ പ്രദേശത്ത് തന്നെ കൂടുതൽ വിപുലീകരിച്ച മറ്റൊരു കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആ ഉദ്ഘാടന വിവരങ്ങളും മറ്റ് വിശദാംശങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഉദ്ഘാടന ദൃശ്യങ്ങളോടൊപ്പം തന്നെ ചികിത്സാ രീതികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി. എല്ലാവരും സമ്മതത്താൽ ചെയ്യുന്നില്ല. ഹലോ, അപ്ലൈ ചെയ്യട്ടെ. കുറുമാത്തൂർ പൊക്കുണ്ടിൽ
വർഷങ്ങളായി പാരമ്പര്യ ചികിത്സാ മേഖലയിൽ മികച്ച സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാലകൃഷ്ണൻ വൈദ്യർ കുറുമാത്തൂർ പൂക്കുണ്ടിലെ പെട്രോൾ പമ്പിന് സമീപം പുതിയ സംരംഭം തുടക്കം കുറിച്ചിരിക്കുകയാണ്. നിരവധി രോഗികൾക്ക് തൻ്റെ പാരമ്പര്യ ചികിത്സാ രീതിയിലൂടെ ആശ്വാസം പകരുന്നതിന് വേണ്ടി ബാലകൃഷ്ണൻ വൈദ്യർക്ക് സാധിച്ചിട്ടുണ്ട്. ജില്ലയിൽ അകത്തും പുറത്തും നിരവധി ആളുകളാണ് അവരുടെ രോഗശമനത്തിന് വേണ്ടി വൈദ്യരുടെ ചികിത്സ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സ നിരവധി ആളുകളുടെ രോഗത്തിന് ശമനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ തുടർന്ന് അങ്ങോട്ടും ഈ സംരംഭം ഏറ്റവും മികച്ച നിലയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. CPM കുറുമാത്തൂർ ഏരിയ കമ്മിറ്റി മെമ്പർ സഖാവ് സുനിലിന്റെ വാക്കുകളിലേക്ക്. പ്രിയപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ സ്ഥാപനത്തെക്കുറിച്ച് വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ നാടിനകത്ത് ഏറ്റവും ജനകീയമായി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെയാണ് പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ വൈദ്യർ ഇവിടുത്തെ രോഗികളെ സേവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പാരമ്പര്യ വൈദ്യമേഖലയിൽ ഏറ്റവും നന്നായി അദ്ദേഹത്തിൻ്റെ കഴിവ് നല്ല രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ നാടിനകത്തെ ജനങ്ങൾക്ക് നല്ല സേവനം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു ജനകീയ സ്ഥാപനം നമുക്ക് ഇവിടെ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളും ഈ സ്ഥാപനവുമായി സഹകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചികിത്സ ആവശ്യമുള്ളവർ ഈ കുറുമാത്തൂർ പൊക്കുണ്ടകത്തുള്ള ഈ ക്ലിനിക്കിലേക്ക് വന്ന് ഏറ്റവും നല്ല രീതിയിൽ ആത്മാർത്ഥമായി തന്നെ അദ്ദേഹം നിങ്ങൾക്ക് ചികിത്സ നൽകും. അതുകൊണ്ട് എല്ലാവരും ഈ സ്ഥാപനവുമായി സഹകരിക്കണമെന്ന് നമ്മൾ ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിക്കുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ വൈദ്യരുടെ ചികിത്സാ രീതികളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചികിത്സിച്ച് അസുഖം ഭേദമായിട്ടുള്ള നിരവധി രോഗികളുടെ വാക്കുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 2 വീഡിയോകൾ നേരത്തെ തന്നെ ഷോർട്ട് ഓൺ ടൈംസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോകളുടെയും ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ആ 2 വീഡിയോകളും കാണുക. ഞാൻ ബാലകൃഷ്ണൻ വൈദ്യർ, ചെമ്പേരി സ്വദേശിയാണ്. ഞാനിപ്പോൾ പൊക്കോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചികിത്സ, പുതിയ ചികിത്സാലയം തുടങ്ങിയതാണ് ഇത്. നേരത്തെ പൊക്കോട്ടിന് അപ്പുറത്തായിരുന്നത് പുതിയ ചികിത്സാലയമാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഉദ്ഘാടനമാണ്. ഞാൻ വാദസംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ തന്നെ മർമ്മ ചികിത്സ, മറ്റുള്ള എല്ലാ അസുഖങ്ങൾക്കും ഞാൻ ചികിത്സിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടത് മർമ്മ ചികിത്സയും വാദസംബന്ധ അസുഖങ്ങളും മറ്റുള്ള കിഡ്നി സംബന്ധ അസുഖങ്ങളും ഒക്കെയാണ് ചികിത്സിക്കുന്നത്. അതുപോലെ ഒഴിച്ചിൽ എന്ന് പറഞ്ഞാൽ ഒഴിച്ചിൽ തന്നെ 13 വിധത്തിലുണ്ട്. 13 വിധം ഒഴിച്ചിലുണ്ട്. ഓരോരുത്തരുടെ രോഗം മനസ്സിലാക്കിയാണ് അതിന് ഒഴിച്ചിൽ ചെയ്യുന്നത്. നാഡി പരിശോധന ഞങ്ങൾ രോഗം കണ്ടുപിടിക്കുന്നത്, നാഡി പരിശോധന വെച്ചാണ് രോഗം കണ്ടുപിടിക്കുന്നത്. മറ്റുള്ള ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഇവിടെ സ്വീകരിക്കില്ല. എല്ലാ കാര്യങ്ങളും തന്നെ നാഡി പരിശോധിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുള്ള ചികിത്സ നിർദ്ദേശിക്കും. പറ്റുന്ന രോഗം മാറുന്നു പറ്റുന്നതിൽ മാത്രമേ എടുക്കുള്ളൂ, അല്ലാത്ത ആൾക്കാരെ പറഞ്ഞു വിടും. അതുപോലെ തന്നെ ഏത് രോഗവും നാഡി പരിശോധിച്ച് അങ്ങോട്ട് കൃത്യമായിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, തിരുമ്പ് 13 വിധമുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ 13 വിധം എന്ന് പറഞ്ഞാൽ രോഗം മനസ്സിലാക്കി തിരുമ്മം പഠിക്കണം. ഒരു വിധത്തിലല്ല തിരുമ്പ്, പല വിധത്തിലാണ്. ഓരോ വ്യക്തിക്കും വ്യത്യസ്ത രീതിയാണ്. ഈ പല സ്ഥലങ്ങളിലും തിരുമ്മിട്ട് പിന്നെ രോഗം മാറാത്ത അവസ്ഥകൾ വന്നിട്ട് ആൾക്കാർ എന്നോട് പറയാറുണ്ട്. പക്ഷെ അത് കാര്യം മനസ്സിലാക്കി തിരുമാത്തതുകൊണ്ടാണ് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടെ അത് പേരുദോഷത്തിന് വഴിതെളിക്കും. അപ്പൊ അറിയുന്നവർ അറിഞ്ഞിട്ട് മാത്രം കാര്യം, അറിയാത്ത കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക. 70,000 നാഡി ഞരമ്പുകളുടെ മനുഷ്യ ശരീരത്തിൽ, അതിൽ 4,448 ഞരമ്പുകളാണ് നമുക്ക് ചികിത്സക്കായി ഉപയോഗിക്കുന്നത്. 108 അതുപോലെ തന്നെ 108 മർമ്മങ്ങളുണ്ട്. 108 മർമ്മങ്ങൾ എന്ന് പറയുന്നത് 108 അഭ്യാസ മർമ്മങ്ങളാണ്. തിരുമ മർമ്മം 168 ഉണ്ട്. അതുപോലെ പടുമർമ്മം 12, തൊടുമർമ്മം 96, അറ്റമർമ്മം 6 വിധം എന്നാണ് പറയുന്നത്. അതിൽ
ഈ അറ്റമർമ്മത്തെക്കുറിച്ച് അറിയുന്ന വൈദ്യന്മാരൊന്നും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാട്ടിലൊക്കെ 1-2 ആൾക്കാർ കാണും അറ്റമർമ്മം 6 വിധത്തിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ. അതുപോലെ മർമ്മം പഠിച്ചാൽ മാത്രം പോരാ, മർമ്മത്തിന്റെ കണക്കറിയണം. കയ്യിലെത്ര, കാലിലെത്ര, മുഖത്തെത്ര, മാറത്തെത്ര, പുറത്തെത്ര, തലയിലെത്ര എല്ലാം കണക്കൂട്ടിയാൽ കൃത്യമായിട്ട് 108 കിട്ടുകയും വേണം. എല്ലാവരും മർമ്മം ചികിത്സ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ മിക്ക രോഗത്തിന്റെ കാരണങ്ങൾ തന്നെ മർമ്മസ്ഥാനത്തുണ്ടാകുന്ന ക്ഷതങ്ങളാണ്. ആ ക്ഷതം കൊണ്ട് പല രോഗങ്ങളും ഉണ്ടാകും. അതായത് ശരീരത്തിൽ കേടുകൊണ്ട് നീര് കെട്ടിയാൽ ക്യാൻസർ രോഗങ്ങൾ ബാധിക്കും. ക്യാൻസർ അല്ല, കിഡ്നിക്ക് പോലും കംപ്ലൈന്റ് വരും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതുപോലെ തലവേദന 9 വിധത്തിലുണ്ട്. ഇവിടെ പറയുന്ന എല്ലാ തലവേദനയ്ക്കും കൂടി ഒറ്റ പേര് പറഞ്ഞേ, മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് രോഗികൾക്ക് പോലും അറിയില്ല. തലവേദന പല വിധത്തിലുണ്ട്. അതായത് വാദം കൊണ്ടുണ്ടാകാം, പിത്തം കൊണ്ടുണ്ടാകാം, കഫം കൊണ്ടുണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ തലയ്ക്ക് കേട് പറ്റിയാലും ഉണ്ടാകാം. ഞരമ്പിന് പ്രോബ്ലം കൊണ്ടും തലവേദന ഉണ്ടാകാം. അങ്ങനെ ഞരമ്പിന് പ്രോബ്ലം തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തലയിൽ രക്തം കോട്ടിങ്ങാവും, കട്ട പിടിക്കും. അങ്ങനെ വന്ന രോഗികൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം ശരിക്ക് അറിയുന്ന വൈദ്യന്മാരുടെ അടുത്ത് ചെന്ന് തിരുമ്പും കാര്യങ്ങൾ ചെയ്യുക. പരിശോധന ശരിക്കും അറിഞ്ഞ് ചികിത്സിക്കുന്ന ആളുടെ അടുത്ത് പോവുക. അവർ കൃത്യമായിട്ട് ചികിത്സിക്കും. വൈദ്യന്മാർ നല്ല പരിശോധനയും കാര്യം അറിയുന്ന വൈദ്യന്മാർ അനവധി ആൾക്കാരുണ്ട്. അവരടുത്ത് മാത്രം ചെന്ന് മനസ്സിലാക്കി വേറെ എവിടെയും പോയിട്ട് തിരുമ്മിയിട്ട് കേട് വന്നിട്ടോ അല്ലെങ്കിൽ അതൊന്നും മോശമായിട്ട് മറ്റുള്ള ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ് 13 വിധമുണ്ട് തിരുമ്പുകൾ എന്ന് പറഞ്ഞു. ഒരേ വിധം അല്ല. അതിന് ശരിക്കും മനുഷ്യന്റെ അവയവങ്ങളെക്കുറിച്ചും നാഡികളെക്കുറിച്ചും ഞരമ്പുകളെക്കുറിച്ചും മർമ്മങ്ങളെ കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ തിരുമ്മാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ തിരുമ്മിയിട്ട് കാര്യമില്ല, അത് വിപരീത ഫലം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ചികിത്സിക്കുന്നത് പൊക്കുണ്ട് ഡയറി എന്നുള്ള സ്ഥലത്താണ്. ഡയറി പെട്രോൾ പമ്പിന് സമീപം. പാരമ്പര്യ ഗോത്രവർഗ ചികിത്സാലയം എന്നാണ് പേര്. കണ്ണൂര് തലപ്പറമ്പ് ഭാഗത്ത് വരുന്ന ആള് പൊക്കുണ്ടിൽ ഇറങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് മുമ്പോട്ട് നടന്നു വരിക. ഇരിട്ടി ശ്രീകണ്ഠപുരം ബൈക്കിൽ വരുന്ന അവര് ഡയറി എന്നൊരു സ്ഥലത്ത് ഇറങ്ങുക. ഡയറി ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു 2 മിനിറ്റ് മുമ്പോട്ട് നടന്നാൽ മതി. എൻ്റെ പൈസയിലെത്തും. റോഡ് സൈഡിലും ബോർഡുണ്ട്. എൻ്റെ നമ്പർ 9947152073. ഇതാണ് എൻ്റെ നമ്പർ. തിങ്കൾ മുതൽ വെള്ളി വരെ 9 മണി മുതൽ 1 മണി വരെ രോഗികളെ പരിശോധിക്കുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഒഴിച്ചിൽ വരെ മാത്രമേ നോക്കുള്ളൂ. അതായത് 4:30 വരെ. 2-3 മണി മുതൽ 4:30 ഒഴിച്ചിൽ ചെയ്യുന്നവരെ മാത്രമേ നോക്കുള്ളൂ. രോഗികളെ പരിശോധിക്കുന്നതല്ല. ഈ കുറച്ച് സ്ട്രോങ് കിട്ടാൻ വേണ്ടി മൊത്തം ഒരാഴ്ചയോട് ഗൾഫിലേക്ക് പോകും. ബാച്ച് മുമ്പ് ഒന്ന് ഇങ്ങോട്ട് പോവാ. ദിവസം കേട്ടോ, ഇന്നത്തെ ദിവസങ്ങളുണ്ട്. ഓക്കെ ഓക്കെ. മറ്റേ കുടിച്ചുകൊണ്ടിരിക്കുന്ന കഷായം തീർന്നു. ഇന്നൊക്കെ കൂടി ഉള്ളു. അന്ന് 2-നും കൂടിയുള്ള തന്നാലേ കിഡ്നിന്റെ. അതെയാ, വ്യത്യാസം വന്നില്ലേ? ആ വ്യത്യാസമുണ്ട്. ഇപ്പൊ അതിന്റെ വ്യത്യാസം വ്യത്യാസം വരുമ്പോൾ തന്നെ നിങ്ങളെ ക്രിയേറ്റും കുറയും. മനസ്സിലായോ? അത് മുഴുവൻ തീർന്ന് കഴിയുമ്പോൾ കിട്ടിയ രോഗം പോകും. അത് കംപ്ലീറ്റ് മാറണം. അപ്പൊ തന്നെ കിട്ടിയ രോഗം പോകും. അതിലും ഈ മൂത്രത്തിന് ചെറിയ തടസ്സം മറ്റേ അത് മാറിക്കോളും. ഞരമ്പിന് ബ്ലോക്കാണ് കേട്ടോ. പ്രോസ്റ്റേറ്റ് തടസ്സം വന്നാണ് കേട്ടോ. അത് ഇതുകൊണ്ട് വന്നതാണ്. ക്ലിയറായി പോയിക്കോളും. അപ്പൊ ഇതിൽ തന്നെ പോയിക്കോളും. അതിന് വേറെ മരുന്ന് വേണ്ടില്ല. ഒന്നും കൂടെ കഴിച്ചിട്ട് വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം ഇടക്കിടക്ക് ഒരു പെയിൻ വരുന്നു. മൊത്തം നമ്മള് ചിലപ്പോ ഈ മൂത്രം കെട്ടി നല്ല എന്താ ഇപ്പൊ കഷായം മാത്രം. ഓക്കെ, ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വരാം അല്ലേ? മറ്റേ ഈ മുട്ടിനുള്ള ഓക്കെ, അതെ ഇത് സെയിം തന്നെ. അത് ഉണ്ടാക്കി വെച്ച് സെല്ലാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ രണ്ടാമത് കുഴപ്പമൊന്നുമില്ല. ചൂടാക്കാം. ഓക്കെ. ഈ പാരമ്പര്യ ഗോത്രവർഗ വംശീയ ചികിത്സാ രീതിയിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ബാലകൃഷ്ണൻ വൈദ്യരുടെ പ്രസ്ഥാനത്തിന് ഷോർട്ട് ഓൺ ടൈംസിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.